എൻ്റെ കാവ്യ, നീ ഇല്ലാത്ത എനിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. നീ ഒന്ന് വേഗം വന്നാൽ മതി. വേണ്ട വേണ്ട വേണ്ട, ഇന്നലെ എത്ര നാൾ ഞാൻ ഇവിടെ തനിച്ചിരിക്കണ്ടേ, വയ്യ. I miss you lot. I miss you more. I miss you lot more. അതിനപ്പുറത്തേക്ക് മോർ. ഞാൻ പോട്ടെ, ഫുഡ് കൊടുക്കാറുണ്ട്. ഞാൻ വിളിക്കേ. ഇപ്പോൾ വിളിക്കണ്ട, എനിക്ക് ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോവും. നാളെ വിളിക്കാം. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട്. സർപ്രൈസോ? അതൊക്കെ ഉണ്ട്. അതെന്താ സർപ്രൈസ്? പറ. ഞാൻ പോട്ടെ. ചിലമ്പൊലിക്കാട്ടെ, ഒന്ന് നീട്ടി ഒഴിച്ചാട്ടെ, ഒന്ന് വിഷി അടിച്ചാട്ടെ, എത്ര നേരം അവമാനിക്കാൻ തുടങ്ങിയിട്ട് അടിക്കണം. എന്റെ ഡംബിൾ ദേവന്മാരെ മാപ്പാക്കണേ. ആത്മാക്കളെ, അല്ല, മിന്നു മാപ്പ് തരോ നിനക്ക്? അവളുടെ മാപ്പ് ആർക്ക് വേണം? അപ്പൊ നീ എന്ത് പറഞ്ഞാ വന്നേ? നിനക്ക് വയറിളക്കാന്ന് സഹായിക്കണമെന്ന്. സിമ്പിൾ. വയറിളക്കോ? എന്താ അവന് വേണ്ടി നീ കക്കുസി പോവോ? എടാ, നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ പേടിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ നമ്മളെ വേണം പേടിക്കാൻ. അത് കൂട്ടേട്ടൻ കല്യാണം കഴിക്കാത്തോണ്ട് അങ്ങനെ തോന്നണേ. എന്നാ കെട്ട് കഴിയാത്ത കൂട്ടേട്ട എനിക്ക് ഓർമ്മ ഒഴിച്ചേ. ഒഴുക്കി കൂട്ടേട്ടാ. പിടിക്കട്ടെ. അല്ല, കൂട്ടേട്ടന് കല്യാണം കഴിക്കാത്തതിൽ സങ്കടമില്ലേ? എന്തിനാടാ കെട്ടിയിട്ട്? നമ്മൾ ആണുങ്ങളാണ്, അടിമകളല്ല. അടിമകളല്ല. എടാ, നീ ഇപ്പോ നിന്റെ കൊച്ചിനോട് കള്ളം പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്നിരിക്കണേ? അഫ്കോഴ്സ്. നീ നിന്റെ കൊച്ചിനോട് കള്ളം പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതെ കൂട്ടേട്ടാ. ഇപ്പൊ ഇതില് സത്യസന്ധനായിട്ടുള്ള ഞാൻ മാത്രാടാ. ജീവിതത്തില് സത്യസന്ധത മാത്രം മതിയോ കുട്ടേട്ടാ? കുറച്ചുകൂടെ സമാധാനവും വേണം. ബേബി ആര്? കാവില്ലാത്ത നേരം നോക്കി നീ അങ്ങോട്ട് പോയപ്പോഴും എനിക്ക് ഡൗട്ട് അടിച്ചോ. ശൈലേഷിന്റെ വയറിളക്കം മാറിയോ? ആ മുതുക്കനും കൂടെ കാണുമല്ലോ, കുട്ടേട്ടൻ. മര്യാദക്ക് നീ വേഗം വീട്ടിലേക്ക് വന്നോ, എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. അടിമകളല്ല. അടിമകളല്ല. അല്ല. ആരാ? അതാ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ നീ. എന്തേ? ഇത്തവണ ഞാൻ മാവേലി ആവണമെന്നാണ് അവരൊക്കെ പറയണത്. എടാ മോനെ, അതായത് എല്ലാ കൊല്ലവും മാവേലി ആവണ ഒരുത്തൻ അവൻ ഈ കൊല്ലം ജിമ്മിൽ ചേർന്ന് അവന് 6 പാക്ക് ആയിപ്പോയതുകൊണ്ട് അവന് മാവേലിയും പറ്റില്ല. കുട്ടേട്ടൻ കറുത്ത സെറ്റാ കൂട്ടേട്ടാ. അതൊക്കെ പോട്ടെ, നമുക്ക് ഒരു റൗണ്ട് കൂടെ അങ്ങോട്ട് വിളിച്ചാലോ? ഞാനില്ല, ഇനി ഞാൻ അടിച്ച പുറത്താ. ശരി. വയറിളകി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ശൈലേഷേ. റെസിഡൻസ് അസോസിയേഷന്റെ ഓണപരിപാടിക്ക് ഉണ്ടെന്ന് കേട്ടു. മിന്നു പേര് കൊടുക്കുന്നില്ലേ? മലയാളി മങ്കിയുടെ പേരൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളി മങ്കിന്നായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അപ്പന്റെ പ്രായമുള്ള തമാശയായിട്ട് ഇറങ്ങിയേക്കാം. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞോട്ടെ മിന്നു, ഞാനൊരു റെസിഡൻസ് പരിപാടിക്കില്ല. ഒന്നാമത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ മര്യാദക്ക് അറിയ പോലുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടണേ. ഈ പ്രാവശ്യം കാവില്ലാത്ത കാരണം എനിക്ക് ഓണമൊന്നും ഇല്ല. ഓ, ഇന്നലെ അതിന്റെ ദുഃഖാചാരണമായിരുന്നല്ലോ. എല്ലാം ശരിയാക്കാന്നേ ഞാനല്ല പറയണേ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. നന്മ റെസിഡൻസ് അസോസിയേഷന്റെ എക്കാലത്തെയും മികച്ച ഓണാഘോഷമായിരിക്കും ഇത്. ഓ, ഒരു വില നന്ദിയോടെ വന്നേക്കുന്നു.
ഹായ് മിന്നോ. അതെ, ഇത്തവണത്തെ ഓണാഘോഷം ഇടിവെട്ട് കളറായിരിക്കും. എന്താ കാരണം ചോദിക്കേ? ആ എന്താ കാരണം? ഇത്തവണത്തെ മാവേലി ആവുന്നത് കുട്ടേട്ടനാണ്. ഓ അതിലിത്ര അതിശയിക്കാൻ മാത്രം എന്താ ഉള്ളത്? എല്ലാ നാട്ടിലും വലിയ കൊടവറുള്ള ആൾക്കാരെ മാവേലി ഏറ്റെടുക്കുന്നത്. അതുമാത്രമല്ല, ഇത്തവണത്തെ ഓണാഘോഷത്തിന് മുഴുവൻ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം. എന്തുവാ, നമ്മൾ ഒരു പരിപാടിക്കും പോകുന്നില്ല, നമ്മൾ ഓണം ഇപ്പടെ ആഘോഷിക്കും. അതെന്ത് വർത്താനം മിന്നു? എൻ്റെ ഓണം വിഷു ഒക്കെ കാവ്യ, അവളില്ലാത്തവരെ ഞാനും ഇല്ല. കുട്ടേണ്ണ അറിയാലോ. കാര്യം പറയാനോ, പ്ലാൻ ചെയ്യണം. അതായത് കാല് വേദന എടുത്തിട്ടാ ഞാനും വിളിക്കട്ടെ, നീ അപ്പുറത്തിരുന്നോ. ശരി. മാവേലി നിങ്ങളെ അതായത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പുതുമയുള്ള ഐറ്റം പറഞ്ഞാട്ടെ, ആളുകൾ ഞെട്ടണം. ആണുങ്ങളുടെ തിരുവാതിരകളി ആയാലോ? നല്ല പുതുമയുള്ള ഐറ്റം. എടാ നല്ലത് എന്തെങ്കിലും പറഞ്ഞാടാ. പൂക്കള മത്സരം. പൂക്കള മത്സരം. താങ്ക്സ് എടാ, ഞാനേ നീ പറഞ്ഞില്ലെങ്കിൽ അത് വിട്ടുപോയത്. എടാ പുതുമയുള്ളത് വെറൈറ്റി ഉള്ള എന്തെങ്കിലും വേണമെന്ന്. എല്ലായിടത്തും ഓണത്തിന് ഇതൊക്കെ തന്നെയല്ലേ. മിന്നു അതായത് ആളുകൾ ഞെട്ടണം. എന്നൊരു കാര്യം ചെയ്യും, വലിയൊരു ക്രിസ്മസ് കട്ടി പിന്നെ ഒരു സ്റ്റാർ കെട്ടി നോക്കാം. അല്ലാതെ സത്യം പറയടാ, നിന്നെ എന്റെ പെണ്ണുമ്പിള്ളി കെട്ടുപോയതല്ല. കുട്ടേട്ടം. എന്നാ പിന്നെ കുട്ടേട്ടൻ തന്നെ ഒരു ഐഡിയ പറ. ഞാൻ തന്നെ പറയണം. അതായത് ഫോർ എക്സാമ്പിൾ, ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് അവരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളല്ല ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു. കുറച്ച് സാമ്പാറോടെ ഒഴിക്കും. ഈ ബിരിയാണിയുടെ മണം അടിക്കുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല അത് ബിരിയാണിയാണെന്ന്. നോക്കോടാ, നല്ല വെറൈറ്റി പരിപാടിയായിട്ടേ ഞാൻ ഈ ഓണാഘോഷ പരിപാടി നടത്തി കാണിച്ചു തരടാ. കേട്ടാ കേട്ടാ, ഗംഭീരായി കാണിച്ചു തരടാ. അതെ, നമ്മുടെ ഓണം പൊടി പിടിക്കണം. അതെ അതെ, പൊടി പൊടിക്കണം. അതെ, കണഗുണ വർത്താനം പറയാതിനകത്ത് കൂടിക്കൊള്ളണം കേട്ടോ. എന്റെ കാവ്യ. കാവ്യ എന്റെ ദേവി. ഹലോ വാവേ, ഇപ്പൊ പറഞ്ഞോളൂ നിന്റെ കാര്യം. ജിതിനും മിന്നും ഉണ്ട് ഇവിടെ. അങ്ങതാ. അതെ, ഇത്തവണത്തെ ഓണം നമുക്ക് പൊളിക്കണം. വീഡിയോ കോളിലാണെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ, നിന്റെ ഈ പിന്തിരിപ്പം കെട്ടിയാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റാ? എന്തായാലും നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാന്. എന്നാലും എന്റെ കാവ്യ. ജിതിനെ എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പിന്നെയും ബിൽഡപ്പ് ചോദിച്ചു വിലക്കി. ഈ കുട്ടേട്ടനെ ഇന്ന് എന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്നാണോ? ഉറപ്പല്ലേ? ഒട്ടും ഇഷ്ടമായി കാണില്ല. ആണോ? പാവം, ഞാൻ ആ ദേഷ്യത്തില്. എടി, പുള്ളി അതിനൊന്നും ചിന്തിക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, കുട്ടേട്ടൻ കൂളാണ്. എന്തോരം മണ്ടന്മാർക്ക് പെണ്ണ് കിട്ടുന്നു, പക്ഷെ പുള്ളിക്ക് മാത്രം എന്താ പെണ്ണ് സെറ്റ് ആവാത്തെ? അല്ലേ? ആളിപ്പോ ഒരു സ്ത്രീ വിരോധിയായിട്ട് മാറുന്നുണ്ടോന്നൊരു സംശയം. ഈ അടുത്ത് എന്നോട് പറയാ ഐശ്വര്യ റായിനെ കിട്ടിയാൽ പോലും വേണ്ടാന്ന്. സെക്കൻഡ് മാരേജിന് താല്പര്യം ഉണ്ടായിരിക്കില്ലായിരിക്കും അല്ലേ? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ, പിന്നെ ഐശ്വര്യ റായൊക്കെ വരാൻ പോവല്ലേ. അതെ, നിനക്കും ശൈലേഷിനും പുള്ളിക്ക് എന്തെങ്കിലും നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തൂടെ? ആരോട് പറയാൻ? പുള്ളിക്ക് ഇൻസ്റ്റ ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? വാട്സാപ്പാണ് പുള്ളിയുടെ ഒരു പടക്കളം. പുള്ളി അതിൽ സിംഗിൾ ലൈഫ്, തഗ് ലൈഫ് എന്നൊക്കെ സ്റ്റാറ്റസ് ഇടാറ്. അങ്ങനെയുള്ള ആളോട് ഞാൻ എന്ത് പറയാൻ? ബെസ്റ്റ്. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. അതെ, നമുക്ക് ഈ പൂക്കിനെ മാറ്റിയിട്ട് പുള്ളിക്ക് 90s 80s ഒപ്പിച്ചെടുത്താലോ? എന്തെങ്കിലും മതി. ഒരു പെണ്ണായ പുള്ളിക്ക് ഇപ്പോൾ ഓക്കെയാണ്. അതാണ് പുള്ളിയുടെ ലെവല്. ആരിലേക്ക് കിട്ടും? നമുക്കൊന്ന് ആഞ്ഞ് ശ്രമിക്കാം. നോക്കാം. ഹലോ.